നാട്ടിൽ നിങ്ങളുടെ പോരുമ്പോ ഉള്ള ഒരു ഫീലും, അതായത് ഇവിടെ ലാൻഡ് ചെയ്തപ്പോ ഉള്ള ഒരു ഫീല് പറയും. ഞാൻ ഈ കഷ്ടപ്പാടുകള്, സ്ട്രഗിളിങ്സ് അതിങ്ങനെ പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എപ്പോഴും കഷ്ടപ്പാട് മാത്രമല്ല, ഇത് എൻഡിങ് ആക്ച്വലി നമ്മുടെ സന്തോഷവും സമാധാനവും ഫാമിലി ആയിട്ടുള്ള ഒരുമിച്ചുള്ള ലൈഫും ഒക്കെ തന്നെയാണ്. അത് ആക്ച്വലി നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ഈ ഹായ് ഗൈസ് തന്നെ ആദ്യം നിരോധിക്കണം. എല്ലാവരും യൂസ് ചെയ്യുന്ന വേർഡാണ്. സോ ഞങ്ങൾ ഹായ് ഗൈസ് ഇല്ല, നമസ്കാരം. ഞമ്മക്കിന്ന് നമുക്കൊരു ടോപ്പിക് ഉണ്ട്. ആക്ച്വലി കുറച്ച് 3-4 ടോപ്പിക് ഉണ്ട്, പക്ഷെ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. സെക്കൻഡ് എപ്പിസോഡ് ഞങ്ങൾ ഓൾറെഡി പേരിട്ടു. എന്താണ് പേര്? ഒരു തുള്ളി പലതള്ളി. നമ്മൾ ഓൾറെഡി ഇട്ടല്ലേ? അല്ല, ഇതിലുള്ള നമസ്കാരം അല്ലേ? അല്ല, കുറച്ച് സ്ട്രഗിൾ എന്തായാലും വേണമല്ലോ. പറയട്ടെ ഗൈസ്, നമ്മള് നമ്മുടെ പോഡ്കാസ്റ്റ് ഓൾറെഡി പേരിട്ട് കഴിഞ്ഞു. ഇതിന്റെ പേര് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വൈബായിരിക്കും. അതെ, നമസ്കാരം. അപ്പൊ നമ്മുടെ എന്താ അതിന്റെ പേര്? ഒരു തള്ളല്ല, ഒരു തുള്ളി ഒന്നുകൂടി, ഒരു തുള്ളി. അപ്പോ നമ്മള് ശബരി, നമ്മള് ഇന്ന് സംസാരിക്കാം. ഇന്ന് ഞങ്ങളുടെ 2ാമത്തെ എപ്പിസോഡാണ്. ഞങ്ങളിപ്പോ ശബരിയുടെ BTS കഴിഞ്ഞിട്ട് BTS ഉണ്ട്, വേറൊരു എപ്പിസോഡ് ഉണ്ട്. ഇത് ഞങ്ങൾ ആക്ച്വലി മൂന്നാമത്തെ, ഒഫീഷ്യലി പറയുകയാണെങ്കിൽ 3ാമത്തെയാണ്. അപ്പൊ അതില് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് പ്രത്യേകത? കുറച്ചും കൂടെ നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പൊ സംസാരിക്കാനാണെങ്കിലും ലൊക്കേഷൻ ചേഞ്ച് ആണെങ്കിലും അവരെന്തായാലും പറയും. കാരണം നമ്മൾ റൂമിൽ ഇരുന്ന് സംസാരിച്ച സമയത്ത് നമ്മൾ കുറച്ച് സ്റ്റാർട്ടിങ്, പ്രത്യേകിച്ച് സഫാൻ ആണെങ്കിലും ക്യാമറ നോക്കുന്നില്ലായിരുന്നു. ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു, ചൂണ്ടി കാണിക്കുന്നുണ്ട് ക്യാമറ നോക്കാനൊക്കെ ആയിട്ട്, അല്ലേ? എന്ത് അല്ല, സഫാനെ കാണിക്കുന്നുണ്ടായിരുന്നു, ക്യാമറ നോക്കി നീ പറയുന്നുണ്ട്. പരിചയക്കുറവാണ്. തൊപ്പി റിമൂവ് സഫാന്റെ മുടി ഇനി 100K എന്തൊക്കെയോ സത്യം പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് പറയുന്നുണ്ട്. അതെ, ഇവിടെ മൈക്ക് ഉണ്ട്, ഇങ്ങോട്ട് അടുത്ത്. അതെ അതെ, ഇല്ല, ഐ ഡോണ്ട് നോ. പക്ഷെ കട്ട് ചെയ്തില്ല കേട്ടോ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കാണിക്കും. ടോപ്പിക്ക് നമുക്ക് വേണമെങ്കിൽ സ്കൂൾ ലൈഫിനെ കുറിച്ച് പറയാം. നമ്മള് അല്ലെങ്കിൽ സ്കൂൾ ലൈഫിനെക്കാട്ടി ബെറ്റർ ഈ ഒരു അവസരത്തില് നമ്മള് എന്താ പറയാ, ദുബായില് നമ്മുടെ നാടൊക്കെ വിട്ടിട്ട് ആദ്യമായിട്ട് വന്നില്ലേ, ആ സമയം നമുക്ക് എങ്ങനെയായിരുന്നു ഫീല്? അവിടുന്ന് വിട്ടിട്ട് വന്നൊരു ഫീല് പലർക്കും പല ഇതായിരിക്കും. എനിക്കൊക്കെ വേറെ ലെവലിൽ ഫീലിംഗ് ആയിരുന്നു. അതായത് ഞാൻ ദുബായിൽ ആദ്യം വരുമ്പോ എന്നെ കൂട്ടാൻ വന്നത് ആദിത്യയാണ്. ആദിത്യന്റെ കസിനും കൂടി എന്നെ കൂട്ടാൻ വന്നത്. ദുബായ് എന്ന് പറയുമ്പോൾ നമ്മള് യൂഷ്വലി സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ മനസ്സിൽ ഓരോ ചിത്രങ്ങളുണ്ട്. കഥ എഴുതുകയാണ്, പിന്നെ അതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. എന്നാലും നമ്മൾ വന്നത് ദുബായിലാട്ടോ. നമ്മള് അങ്ങനെ മനസ്സില് എന്താ പറയാ, നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളത്. പക്ഷെ വന്നിറങ്ങി കഴിഞ്ഞപ്പോ ഒരു പുതിയ ലോകം, പുതിയ മനുഷ്യരൊന്നുമല്ല, പഴയ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമുണ്ട്, എല്ലാവർക്കും വ്യത്യാസമില്ലേ? നമ്മള് വന്ന പോലാണോ ഇപ്പൊ? അതിക്ക് വ്യത്യാസം തോന്നിയില്ല എനിക്ക്. അല്ല, വന്ന അവന് കേറി ഞാൻ പിക്ക് പോയ സമയത്തുള്ള കാര്യം പറഞ്ഞത്. താടി മാറ്റി ഇതാക്കിണ്ട് വെക്കുന്നത് നീ തന്നെ. അന്ന് എനിക്ക് താടി മീശയുടെ കാര്യമില്ല, പേഴ്സണാലിറ്റി, ക്യാരക്ടർ, അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ മാറുന്ന ഒരാളും ഇല്ല. അവന് ക്രെഡിറ്റ് ചെയ്ത് ആക്ച്വലി. അങ്ങനെ കസിനും ഉണ്ടായിരുന്നു. കസിൻ എന്ന് പറഞ്ഞാൽ ആളെ പരിചയപ്പെടണം കേട്ടോ. നമ്മള് എപ്പോഴെങ്കിലും കൊണ്ടുവരും. ശരത്ത് നല്ലൊരു ടോട്ടനം ഫാൻ. ഞങ്ങള് ഫുട്ബോള് സൗഹൃദമാണ് ഞങ്ങളുടെ. അപ്പോ അങ്ങനെ ദുബായിൽ വന്നു. ആദ്യമായിട്ട് കയറിയ ഹോട്ടലിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, ആരാമം.
ഏത് കരാമേലത്തെ അതാ ഇവിടുത്തെ കരാമേലെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ പൊറോട്ടയും ബീഫ് കിട്ടില്ല പൊറോട്ട അല്ലേ? ഞാനും ഫസ്റ്റ് ടൈം അവിടുത്തെ കഴിച്ചപ്പോ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് പറയുന്നത് 2019. ഇത് നല്ല കുറച്ച് നാൾക്ക് മുന്നേ ഇപ്പോഴും നല്ല ഫുഡൊക്കെ അടിപൊളിയാ. ആക്ച്വലി ആരാമക്കാരെ കേൾക്കുവാണെങ്കിൽ പ്രൊമോഷൻ വിളിക്കണം കേട്ടോ. കാറിലിരുന്ന് സംസാരിക്കുമ്പോ ആദ്യം ശരത്തിനോട് ചോദിക്കുന്നുണ്ട് എവിടെ ഭക്ഷണം കഴിക്കണത്. ഈ ശരത്ത് എടുത്ത വഴിക്ക് 2-3 കടകൾ പറഞ്ഞു. പെട്ടെന്നാണ് ആരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ പേര് നമുക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ അവിടെ ചെന്ന പൊറോട്ട വളരെ ഫേമസ് ആണ് പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു. നമുക്ക് ഭക്ഷണമൊന്നും മോശമായിട്ട് തോന്നിയില്ല, നല്ല ഭക്ഷണമായിരുന്നു. അങ്ങനെ പിന്നെ ബെഡ് സ്പേസിലേക്ക് പോയിരുന്നു. അല്ല, അതായത് ഞാൻ വന്നൊരു കഥയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എവിടെ കിട്ടിയത്? എവിടെ വിസിറ്റിന് വന്നതാ. അന്ന് പറഞ്ഞല്ലോ 1 വർഷം ഇവിടെ നിന്ന്. അപ്പൊ വിസിറ്റിൽ വന്നിട്ട് അങ്ങനെ. അല്ല, നാട്ടിൽ നിങ്ങോട്ട് ഇറങ്ങിയപ്പോ എങ്ങനെയായിരുന്നു ഫീല്? നാട്ടിൽ അതാ പറഞ്ഞേ. അല്ല, നാട് മിസ് ചെയ്തോ അതോ? അല്ല, നാട് മിസ് ചെയ്യണേക്കാളും കൂടുതൽ ഇവിടെ പുറമേക്ക് വന്നു കഴിഞ്ഞപ്പോ ഒരു പ്രത്യേക, അത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയില്ല, അതൊരു പ്രത്യേക ഫീലാ. അതെന്താ വെച്ചാൽ പുതിയൊരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതിൻ്റെതായ ഒരു നാട്ടിനെക്കാട്ടി എൻ്റയർലി ഡിഫറെന്റ് ആണ്. അതെ, ഇവിടെ നാട്ടിൽ നിങ്ങോട്ട് പോരുമ്പോ ഉള്ള ഒരു ഫീലും, അതായത് ഇവിടെ ലാൻഡ് ചെയ്തപ്പോ ഉള്ള ഒരു ഫീല് പറയും. ഞാൻ ആദ്യമായിട്ട് വിസിറ്റ് വന്നത് അബുദാബിക്കാണ്. അബുദാബിയിൽ എൻ്റെ ഒരു കസിൻ ഉണ്ട്, എൻ്റെ ഒരു ഇല്ലാസ് എന്നാണ് പേര്. ആളടുത്തേക്കാണ് ആദ്യമായിട്ട് വന്നത്. ആളെ റൂമുള്ളത് സലാം സ്ട്രീറ്റിലാണ്, അബുദാബി സലാം സ്ട്രീറ്റിൽ. ഇതുപോലെ പഴയ സിനിമയുടെ കഥ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അഫാനെ കണ്ടതോടെ ആള് നാട്ടിൽ. അടുത്തേക്കാണ് പോയത്. 2 മാസം വിസിറ്റിംഗ് ആയിരുന്നു. കോളേജ് കഴിഞ്ഞ് എക്സ്പീരിയൻസും ഇല്ല. കോളേജ് വന്ന് ലോജിസ്റ്റിക്സിന്റെ ഡിഗ്രി കഴിഞ്ഞ് ചെന്നൈ പോയിട്ട് ലോജിസ്റ്റിക്സിന്റെ ഡിപ്ലോമ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നേരെ ഇങ്ങോട്ട് വന്ന് വിസിറ്റിന് വന്നിട്ട് അന്ന് എങ്ങനെയാന്ന് അറിയില്ല, ജോലി നോക്കില്ല, എങ്ങനെയാന്ന് അറിയില്ല, കോണ്ടാക്ട് ഇല്ല. ആകെ അറിയുന്ന ആള് മാത്രമേ ഉള്ളൂ. നാട്ടിൽ നിന്ന് ആളോട് കോണ്ടാക്ട് ചെയ്ത് റൂമിലായിരുന്നു താമസിക്കുന്നത്. അങ്ങനെ വന്ന് കുറെ CV ഒക്കെ എടുത്ത് പ്രിന്റ് ഒക്കെ എടുത്ത് കുറെ അലഞ്ഞ്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര എല്ലാ ഇപ്പൊ UAE എവിടേക്ക് വന്നാലും എന്താ പറയാ, ഫസ്റ്റ് സ്ട്രഗിൾ ഉണ്ടാവല്ലോ ജോലി നോക്കുമ്പോൾ. ഇത് ചെയ്യുമ്പോഴേ നല്ല സ്ട്രഗിൾ ഉണ്ട്. എനിക്ക് അങ്ങനെ സ്ട്രഗിൾ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല ഇവര് പറയണു. എന്ത് ഇവിടെ വന്നിട്ടുള്ള സ്ട്രഗിളോ? സ്ട്രഗിൾ ഇതുവരെയില്ല. ഞാൻ നേരെ ജോലിക്ക് ആരാമത്തിൽ കയറി പൊറോട്ട അടിച്ചു കഴിച്ച് ഇറങ്ങി. അങ്ങനെ രാവിലെ ഒരു 8 മണിയാകുമ്പോ റൂമിൽ നിന്ന് ഇറങ്ങും. കുറെ CV ഒക്കെ എടുത്തിട്ട് ഓരോ ബിൽഡിംഗ് കീഴിലിറങ്ങും. ഓരോ ബിൽഡിങ്ങിലും CV അയക്കും. പക്ഷെ അതിന് മുന്നേ റെസിഡൻഷ്യൽ ബിൽഡിംഗ് വരെ വെറുതെ കിട്ടില്ല. എല്ലായിടത്തും കൊടുത്ത് ഫ്ലാറ്റ് കയറി കൊടുത്ത് അറബിന്റെ വില്ലിൽ വരെ പോയിട്ടുണ്ടെങ്കിൽ അല്ല, അറബീന്റെ വീട്ടില് അങ്ങനെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം. അല്ല, അറബീന്റെ വീട്ടില് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞേ. അതുണ്ട്. അങ്ങനെ പക്ഷെ നാട്ടിൽ നിന്ന് ഇവിടെ കാലുദ്ധിപ്പുള്ള ഇതെന്താ, അത് നാട് നല്ല മിസ്സൊക്കെ ചെയ്യുന്നുണ്ടാ? ഇല്ല, ആ സമയത്ത് നാട് മിസ്സിങ് ഇല്ല. നമ്മളെ എയിം വന്നിട്ട് ഇവിടെ വരിക, ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളത് കൊണ്ട് പിന്നെ നാടും ഫസ്റ്റ് നമ്മൾ അല്ല ഇവിടെ വിസിറ്റിന് വരുന്ന ജോലി അന്വേഷിച്ച് ഏത് ആള് വന്നാലും വിസിറ്റ് വന്നാലും ആള് മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ജോലി പിടിക്കുക, അതാണ് മൈൻഡിൽ. അത് ആ സമയത്ത് വീട് എത്രയും പെട്ടെന്ന് എത്രത്തോളം പെട്ടെന്ന് ഒരു ജോലി നല്ല ജോലി കണ്ടെത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അവിടെ ഇരിക്കപ്പെടുന്നില്ല. അല്ല, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടി? ഞാൻ കിട്ടിയിട്ടില്ല, എനിക്കന്ന് ജോലി കിട്ടിയിട്ടില്ല. അന്ന് കൊടുത്തില്ല. ഞാൻ കുറെ 2 മാസം ഞാൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. മീൻ എനിക്ക് തോന്നി ജിമ്മൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് ഇന്ത്യയുടെ അവിടെയൊക്കെ പോയിട്ട് കുറെ ഡയറ്റൊക്കെ കുറെ അപ്ലൈ ചെയ്ത് ഒരുപാട് എന്താ പറയാ ട്രൈ ചെയ്തു. പക്ഷെ എനിക്കൊന്നും ശരിയായില്ല. തിരിച്ചാണ്ട് പോയി.
തിരിച്ച് 2 മാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോയി. പക്ഷെ ആ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് ഇവിടെ വേറൊരു കസിൻ്റെ ഇതിൽ എനിക്ക് നാട്ടിലൊരു ബാക്ക് ഓഫീസ് ഒരു ജോലി ഇന്റർവ്യൂ റെഡി ആയി. അത് ദുബായ് ബേസ്ഡ് കമ്പനീൻ്റെ ബാക്ക് ഓഫീസ് ആയിരുന്നു. അവിടെ ഒരു ഇന്റർവ്യൂ സെറ്റായി. അങ്ങനെ അത് ജോലി നാട്ടിൽ കിട്ടി. ദുബായിക്ക് വിസിറ്റ് വന്നിട്ട് ജോലി നാട്ടിൽ ജോലി കിട്ടി എനിക്ക്. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അവിടെ നിന്നാണ് എൻ്റെ സ്വന്തം എൻ്റെ ആശാൻ. ഇവരൊക്കെ അവിടെ നിന്നാണ് ആദ്യത്തെ പരിചയപ്പെട്ടതും. ഇവര് 3 പേരും നല്ല അല്ലേ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത. കമ്പനിയുടെ പേര് മോശം പറയുന്നില്ലല്ലോ. മോശം പറഞ്ഞാൽ ഇനി നമുക്ക് ബീപ്പ് അടിക്കാം. പക്ഷെ മോശം പറയില്ല. നമ്മള് കമ്പനി ഏത് പോയിക്കോട്ടെ, അവിടുന്നാണ് നമ്മുടെ ഞങ്ങളെല്ലാരും അവിടുന്ന് ആണ് ഞങ്ങളുടെ തൃശ്ശൂർ മങ്കിടി സഫാന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ബാച്ചിലാണ് സഫാൻ വരുന്നത്. ആക്ച്വലി അത് അവരുടെ ബേസിക്കലി ദുബായിലെ ഫ്രൈറ്റ് ഫോർവേഡിങ്ങിന്റെ ബാക്ക് ഓഫീസും പിന്നെ മൂവിങ് ഇന്റർനാഷണൽ ലോക്കൽ മൂവിങ്ങിന്റെ നാട്ടിലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല മീൻസ് ഇവിടുത്തെ ബാക്ക് ഓഫീസ് അല്ലേ. അപ്പൊ ഞങ്ങളെല്ലാരും ഫ്രഷേഴ്സാ. ഞാൻ ഫ്രഷറാണ് അവിടെ. ഞാൻ ലോജിസ്റ്റിക്സിന്റെ ഒരു കെൽട്രോണിന്റെ ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് അവിടെ കയറുന്നത്. ഞങ്ങള് ഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കണത് ഞാനും സഫാനൊക്കെ അവിടുന്നാണ് ഇവരുടെ ആശാനെ കിട്ടിയത് അല്ലേ. ആശ എന്താ പറയാ, ഞാനും ഞാൻ വന്നപ്പോ ഞാൻ ജൂനിയർ ആയിരുന്നു. വന്നപ്പോ വന്നപ്പോഴേക്കും ഞങ്ങൾ 6 മാസം 7 മാസം എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത് ആളാണ് എന്നെ എല്ലാ കാര്യം പഠിപ്പിച്ച്. അതുകൊണ്ട് തന്നെ ജോലിയും കിട്ടിയില്ല. എല്ലാ കാര്യങ്ങളല്ല, കസ്റ്റം സർവീസിന്റെ എല്ലാ കോർഡിനേഷൻ കുറെ കാര്യങ്ങൾ അതിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടെ നമ്മുടെ കിരൺ ചേട്ടനും അല്ലെ, അന്ന് കിരൺ ചേട്ടൻ ഉണ്ടായിരുന്നു. ജലീഷ് പിന്നെ വന്നു. കിരൺ ചേട്ടൻ നാട്ടത്തെ എന്തോ വിയോജിപ്പുണ്ടെന്ന് പറയുന്നു. വിയോജിപ്പുണ്ടെന്ന് പറയുന്നു. കിരൺ ചേട്ടൻ ഉപയോഗിച്ചില്ല. കിരൺ എന്താണ് വിളിക്കാറ്? ചേട്ടനൊക്കെ വിളിക്കേണ്ട കാര്യമില്ല. കിരൺ ഞാൻ കിരൺ ചേട്ടനെ വിളിക്കാറ്. ആശാൻ റെസ്പെക്ട് ആണല്ലോ അല്ലേ. ആശാൻ നമ്മുടെ ആശാൻ. അന്ന് നമ്മളൊന്നും അറിയില്ല. ഐ മീൻ ജസ്റ്റ് ഒരു നോളജ് ഇല്ലാത്ത ഒരാള് ഒരു ഓഫീസിൽ കയറിയ സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. ആസ് എ ഫ്രഷർ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. അപ്പൊ ഞാനാലും ബ്യൂട്ടി അല്ല ആർക്കല്ല ആ സമയത്ത് ഒന്നും അറിയാത്ത ഒരാൾ ഒരു കാര്യം പഠിപ്പിച്ച് അവരെ കൊണ്ട് സ്വന്തമായിട്ട് ഒരു ജോബ് ടേക്ക് ഓവർ ചെയ്യുന്ന അതുവരെ ഒരാളെ ലേൺ ചെയ്യിക്കുക ട്രെയിൻ ചെയ്യിക്കുന്ന ചെറിയ കാര്യമല്ല. അതെ. അപ്പോ അങ്ങനെ ആക്കിയ ആൾക്കാർ നമ്മളിന്നും മനസ്സിൽ കൊണ്ടെടുക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആശാനായാലും പോയതാണ് ആശാന് കിട്ടിയതാണ്. അല്ലല്ല, ഞാൻ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ അബുദാബി വിസിറ്റിന് പോയി ജോലി കിട്ടാണ് തിരിച്ച് നാട്ടിൽ പോയതിന് സങ്കടം ഉണ്ടെങ്കിലും, പക്ഷെ ഇവിടെ പോയതിന് ശേഷം എല്ലാം മേ ബി അത് ദൈവത്തിന്റെ അതെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ പ്ലാൻ ആയിരിക്കും. ഒരു ക്യാറ്റുണ്ട്, ഒരു ഇറക്കുണ്ട്. അതാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അല്ല എന്നിട്ട് തിരിച്ച് ഇവിടെ വന്നതിന്റെ കാര്യം പറയും. പിന്നെ ഇവിടെ കൂടെ അല്ലേ നമ്മളൊരു 1.5 വർഷം മങ്കിടിയില് പുത്തഞ്ചിറ മങ്കിടി കൊമ്പിടിഞ്ഞ വാക്കാൻ ആ ഏരിയയിലൊക്കെ കളിച്ചു. പിന്നെ 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും അതൊരു എപ്പിസോഡാക്കാനുള്ള ഒരുപാട് എപ്പിസോഡാക്കാൻ അതൊരു കോളേജ്. അതൊരു കോളേജ്. അത് ഞങ്ങളെ ഓഫീസ് കോളേജ്. ഞങ്ങളെ ഓഫീസ് അടിയിലായിരുന്നു, ഞങ്ങൾ റൂം മുകളില്. എപ്പോഴായിരുന്നു ഓഫീസ് ടൈം? 9:00 നമുക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടിലെ അതായത് നാട്ടിലെ ഒരു ഫൺ ടൈം ഒക്കെ ഉണ്ടല്ലോ നമ്മൾ മിസ് ചെയ്യുന്ന ഇപ്പൊ, അതിനെ കുറിച്ച് പറയുമ്പോ നമുക്കിത് പടക്കാം. മറക്കില്ല കേട്ടോ, മറക്കില്ല. ഇപ്പം വേറൊരു കാര്യം കൂടെ ചെയ്യാണ്ട്, നാട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പൊ എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് ഇടയ്ക്കൊക്കെ മിസ് ചെയ്യത്തില്ലേ? നാട്ടിൽ നമുക്ക് നമ്മളെ വീട്, നമ്മളെ റൂം, പാരന്റ്സ്, ഫ്രണ്ട്സ്, പിന്നെ നമ്മള് കളിച്ചു നടന്ന ഇപ്പൊ എന്റെ വീട് എന്ന് പറയുന്ന പാടമുണ്ട്, അവിടെ തോടുണ്ട്, കളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് മിസ്സിംഗ് തന്നെയാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നോക്കിയാൽ ഫുള്ള് ബിൽഡിംഗ് അല്ലേ. അങ്ങനെ ഇതാക്കി പറയല്. അതല്ല ഇവിടെ ഉണ്ട്, പക്ഷെ അത് വേറെ ഇത് വേറെ.
കൾച്ചർ ഡിഫറെന്റ് ആണ്. ഇവിടെ കുറച്ചും കൂടെ എല്ലാം കൂടുതലാണ്. ഒന്ന് പ്രകൃതി നമുക്ക് പ്രകൃതി വൈസ് പ്രകൃതി യാത്ര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ തോന്നലുണ്ടായിരുന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിയാലും നമുക്ക് മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മിസ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പൊ ഇത് എന്ന് പറയണത് യഥാർത്ഥത്തില് ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെ മിസ് ചെയ്യുക, നമുക്ക് എപ്പോഴും മിസ് ചെയ്യണത് നല്ല കാര്യങ്ങളാണ്, നമ്മുടെ സന്തോഷങ്ങളാണ്. എവിടെയാണോ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കണേ അവിടെ നമുക്ക്. പക്ഷെ സ്റ്റിൽ നമ്മുടെ നാടും ഫ്രണ്ട്സും ആ സമയം പിന്നീട് കിട്ടില്ല. അതെ, ഇപ്പൊ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ടീം ഉണ്ടാവില്ല. ഇല്ല, നമുക്ക് നാട്ടില് ചെറുകൂട്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടേതായ കുറെ എന്താ പറയാ ഈ പറഞ്ഞ സമയം ചെലവഴിക്കാനും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആ ജനറേഷൻ ഇപ്പോഴത്തെ ഇത് പ്രവാസിനടുത്ത് നോക്കിയാലും അവരുടെ നാടും വീടും യൂറോപ്പിൽ നിന്ന് ഒരാള് വേറൊരു കൺട്രിയിലേക്ക് മാറിയാലും അവർക്കും ഉണ്ടാവും പറയാം. പക്ഷെ ഇവന്റെ പറഞ്ഞില്ലല്ലോ, നിങ്ങളാർക്കും അറിയില്ലല്ലോ ഇവന്റെ കഥ. എനിക്കറിയാം. എന്ത് കഥ? ഇവിടെ വന്ന കഥ. ഇവിടെ വന്നതൊക്കെ അല്ല, പക്ഷെ അതൊരു ഫ്ലോയിലൊക്കെ വന്നതാ. എനിക്ക് ആക്ച്വലി ഞാൻ ഇവിടെ ദുബായിൽ വരുന്നതിനെക്കാട്ടി മുന്നേ എനിക്ക് അതിന് മുന്നേ പറയാനുള്ളത്, എനിക്ക് നാട്ടിനെക്കാട്ടി ആക്ച്വലി എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം, പുറത്ത് പോകണം എന്നൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. പുറത്ത് എന്തൊക്കെ നടക്കുന്ന ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ഫീൽഡൊക്കെ കാണണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമുണ്ട്. അത് ഈ സിനിമ കണ്ടിട്ടും പിന്നെ ഓരോന്നൊക്കെ കണ്ടിട്ടൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം എന്ന് പറയാനായിട്ട് എനിക്ക് നാട്ടിൽ ഡെസ്ക് പഠിക്കണം നല്ല ആഗ്രഹം. എനിക്ക് അതുണ്ടായിരുന്നില്ല ആക്ച്വലി. പക്ഷെ നാട്ടില് നമ്മള് കുറച്ച് ഏജ് ഒരു സമയമാകുമ്പോ ഇപ്പൊ കോളേജ് ലൈഫ് കഴിഞ്ഞ് പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എല്ലാവരും ജോലിയാണ്. എന്നിരുന്നാലും എനിക്ക് അത്ഭുതമുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ പുറം രാജ്യത്തേക്ക് വരിക അല്ലെങ്കിൽ അവിടെ ജോലി എടുക്കുക താല്പര്യമില്ല, അങ്ങനെയുള്ളൊരു അല്ല എനിക്ക് അങ്ങനെ ഒരു മൈൻഡില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ ഒരു ചെറിയൊരു മലയോര പ്രദേശത്താണ് ജനിച്ചത്. നമ്മളുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിരപ്പള്ളി ഭാഗം. ഞാൻ വെള്ളിക്കുളങ്ങര മലപ്രദേശമൊന്നുമല്ല അല്ലേ? പിന്നെന്താ? നോർമൽ പരന്ന പ്രദേശം. പരന്നല്ല, വീട് മലേന്റെ മേലെയാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ മലയോര പ്രദേശം. നോക്കിക്കോളൂ, നാഷണൽ ഹൈവേ എടുത്താണ് വീട്. നാഷണൽ ഹൈവേ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. അതല്ല വീട്. 10ാം ക്ലാസ് വരെ അല്ലല്ല, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് വളർന്നൊക്കെ പണ്ട് ഞാൻ മലപ്പുറത്താണ് വീട് പറയുമ്പോ എന്റെ വീടിന്റെ അടുത്ത് ഫുള്ള് മലയാണോ ചോദിച്ചത് അവസ്ഥ. അല്ല, അത് വന്നിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളി ഭാഗത്തേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ റൂട്ട് വന്നിട്ടുണ്ടാവും സ്വാഭാവികം. പക്ഷെ എന്തായാലും ഒരു പ്രകൃതി നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്, ഗൂഗിള് സെർച്ച് ചെയ്തോ. ഗൂഗിളിൽ മല കാണുമോ? മലയല്ല, അത് ഇങ്ങനത്തെ നാടാണെന്ന് അറിയാം. പ്രയാറെന്ന് പറയണത് എങ്ങനെയാ? അതെങ്ങനത്തെ തീരദേശ പ്രദേശം. അതെങ്ങനെയാ പറയണേ? നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? തൊട്ടടുത്ത് തീരദേശം. പരന്ന പ്രദേശം എന്ന് പറയില്ലല്ലോ. പരന്ന പ്രദേശം എല്ലാം പരന്നതാ ഓൾമോസ്റ്റ്. ഇവിടെയാണ് ഞാൻ പരിണാമ സിദ്ധാന്തത്തിന്റെ കാര്യം. നമുക്ക് അത് വേറെ ടോപ്പിക് ആക്കാം. പരിണാമ സിദ്ധാന്തത്തിനോട് ഭയങ്കര ഒരു താല്പര്യമുള്ള ആളാണ്. നമ്മളെന്തായാലും ഒരു എപ്പിസോഡ്, നമുക്ക് അതിനെ കുറിച്ച് വലുതായിട്ട് ഒരു ധാരണയൊന്നുമില്ല. ആയുധനുണ്ട്, പക്ഷെ എനിക്ക് എന്തൊക്കെയൊക്കെ അറിയാം. അത് കഴിച്ചിട്ട് നൈസിന് പറയാം, സംസാരിക്കും. എനിക്ക് പണ്ട് ഏതൊരു 9th ക്ലാസ്സിലോ ഏതൊരു ഹിസ്റ്ററി ഏതൊരു ബുക്കിൽ പഠിച്ചൊരു ഓർമ്മ ഉണ്ടായിരുന്നു. കുരങ്ങന്മാരെ ഫോട്ടോ വെച്ചിട്ട് ലാസ്റ്റ് മനുഷ്യന്മാരാണ്. എവല്യൂഷൻ അല്ലേ ആക്ച്വലി പരിണാമ സിദ്ധാന്തം. പിന്നെന്താ നീ പറ. എന്നെ കാട്ടിയും സഫാനെ കാട്ടിയും ഉണ്ടാവില്ലേ നോളജ്? 100%. ഇവർ രണ്ടുപേരും കേട്ടോ. നമുക്ക് ബുക്ക് വായനയൊക്കെ കുറവാണ്, ഈവൻ ന്യൂസ് കാണലും കുറവാണ്. ഞാൻ പറഞ്ഞത് കണക്ക് എനിക്ക് വേറെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈവൻ ഫുഡ് ആണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു, ട്രിപ്പ് അടിക്കാനൊക്കെ ആയിട്ട്. സിനിമ ഏത് സിനിമ മീൻസ് അല്ല വേറൊന്നുമല്ല, ഇംഗ്ലീഷ് മൂവീസ്, അതിന്റെ കൾച്ചർ 2-3 ഏതൊക്കെയാ എനിക്ക് പെട്ടെന്ന് നോക്കി. ടൈറ്റാനിക് തേങ്ങയൊന്നും അല്ല, പഴയ സിനിമാസറാ. അല്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇപ്പം ഞാൻ ഏവിയേഷനാണ് പഠിച്ചത്. നമ്മുടെ ചെക്കന്മാരൊക്കെ ഓൾറെഡി ഇന്റർവ്യൂ കഴിഞ്ഞു. ഞാൻ ഇന്റർവ്യൂവിന് വലിഞ്ഞേറി പോയിട്ടാണ് ഞാൻ കയറിയത്.
ഈവൻ അവരെന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ആ കമ്പനിന്റെ പേര് പറയണ്ട, കാരണം വലിഞ്ഞു കയറിയതൊക്കെ ആണെങ്കിൽ. അല്ല അത് പറയാം ഞാൻ, നെയിംസ് ഇന്റർനാഷണൽ. എന്നിട്ട് ഞാൻ ഇവിടെ അബുദാബിയിലാണ് ആദ്യം പോയത്. പക്ഷെ അവിടുന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, അല്ല അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഞാൻ ട്രൈ ചെയ്തോണ്ട് എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല. അതിനുശേഷം അല്ലല്ല അബുദാബിയില് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് തിരിച്ചു വന്നു. വീണ്ടും ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ദുബായിൽ. അത് ഞാൻ അവിടെ ഒരാളുടെ അച്ഛൻ മരിച്ചുപോയി. അല്ലല്ല ഒരാളുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പം ആൾക്ക് പാസ്പോർട്ട് കൊടുത്തില്ല. പാസ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ട് നമ്മളിപ്പം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടെ പ്രൊട്ടസ്റ്റ് മാതിരി ചെയ്തു. അതിലെല്ലാം ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു. മീൻസ് 3-4 പേര് ഹെഡായിട്ട് നിന്നിട്ട് എല്ലാവരും സൈൻ ഇടണമെന്ന് പറഞ്ഞ സ്റ്റാഫ്. അതിന് നമ്മൾ ചെറുതായിട്ട് അതിനിപ്പോ എന്താ കുഴപ്പമൊന്നുമില്ല. നടന്ന കാര്യമില്ല. 2000 ഒരു 10 വർഷം മുന്നേ, 10 അല്ല 12 വർഷം മുന്നേ. 2017 അങ്ങനെ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ തരത്തില്ല. അതിനിപ്പോ എന്താ പറയുന്നതിന് ഒരു അത് എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നല്ലേ. റൂൾ അനുസരിച്ചിട്ട് എല്ലാവരുടെയും ആരും പാസ്പോർട്ട് പൈസ ഹാൻഡിൽ ആൾക്കാരുടെ മാത്രം അങ്ങനത്തെ സെക്യൂരിറ്റി റിസ്ക്. പക്ഷേ പെട്ടെന്ന് തന്നെ അവര് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് എഴുതാൻ കൊടുക്കേണ്ടി വരും. പക്ഷെ അന്നത്തെ കാലം എന്ന് പറയുന്നത് ഇത്രയും റൂൾ ഇത്ര സ്ട്രിക്റ്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ കമ്പനി നമ്മുടെ പാസ്പോർട്ട് മേടിച്ചു വെക്കല്ലേ, നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. നമുക്കിപ്പോ എന്തെങ്കിലും എമർജൻസി വന്നാലും പോകാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മളെല്ലാം സൈൻ ചെയ്ത് കൊടുത്തത് തന്നെ. പെട്ടെന്ന് തന്നെ അവര് നമ്മുടെ, അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞത്. അബുദാബിക്ക് ശേഷം ഞാൻ 1 വർഷത്തോളം ഒരു പണി ചെയ്യാണ്ട് ആക്ച്വലി വീട്ടുകാരുടെ ഒരിതിലായിരുന്നു നാട്ടില്. അപ്പം വീണ്ടും ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരുന്നു. പിന്നെ ഇവിടത്തേക്ക് ഡെലസ്കോയിലാണ് ഞാൻ ആദ്യം വന്നത്. അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കയറിയപ്പോ തന്നെ എന്റെ അമ്മ ഇപ്പോഴും പറയും തിരിഞ്ഞു പോലും ഞാൻ നോക്കില്ല. എനിക്ക് സന്തോഷമായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് അത്രയും അവിടെയും സ്ട്രഗിൾ അല്ലായിരുന്നു. നമുക്ക് സാലറി ഇല്ല, ഒന്നുമില്ല, ഒരുപാട് ട്രൈ ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ ഇവിടെ വന്ന് സൂപ്പർ ഹാപ്പി ആയിരുന്നു. ഇറങ്ങി. പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ കുറച്ച് പോസ്റ്റൊക്കെ കിട്ടി നമുക്ക് ബസ് കിട്ടാൻ വേണ്ടിട്ടൊക്കെ. എന്നിട്ട് സീനിയർ ആണ്, പക്ഷെ ജോലി വൈസ് ഞാൻ സീനിയർ അല്ലേ. ഞങ്ങൾ കണ്ടുമുട്ടിയത് ഡെൽസ്കോല. പക്ഷെ അത് 1 വർഷം ഗ്യാപ്പ് തന്നെ ഉള്ളൂ. 2018 വന്നത്. അത്ര 1 വർഷം ഗ്യാപ്പ് തന്നെ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ആദ്യമൊക്കെ ഞാൻ എന്താ പറയാ, ആക്ച്വലി ലവ് അഫെയറിന്റെ ഇതിലാണ് ഞാൻ വന്നത്. എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം എന്നുള്ളതില്. ആ കുട്ടിയെ തന്നെയാണ് ഞാൻ കിട്ടിയത്. കുട്ടി എന്നൊക്കെ റെസ്പെക്ട് കൊണ്ട് പറയാനേട്ടാ, അവള് കേൾക്കാൻ വേണ്ടിട്ട് പറയുന്നല്ല. എന്നിട്ട് ഇവിടെ വന്നു. എന്താ പറയാ, നാട്ടിലോട്ട് ആ സമയത്തുള്ള പൈസ ഒക്കെ ആക്ച്വലി കുറവായിരുന്നു. ഇനിഷ്യൽ ആ ഒരു ഇത് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ 1600 ദിർഹംസ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഡയറക്റ്റ് ഫുഡില്ല, അക്കോമഡേഷൻ ഉണ്ട്, വൈഫൈ ഉണ്ട്, ഫുഡില്ല. ഫുഡൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. എയർപോർട്ടിലായിരുന്നു ജോലി. അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഒരു സ്റ്റാഫിന് കിട്ടുന്നതിന്റെ പകുതി തന്നെ പറയാം അല്ലേ. ഈവൻ ഓവർ ടൈം എടുത്താൽ കൂടെ നമുക്കൊന്നും കിട്ടത്തില്ല. എന്താണോ അവർ തരുന്നത് അത്. പിന്നെ ചെറിയ ഓവർ ടൈം അത്രേ ഉള്ളൂ. പക്ഷെ റെഗുലർ ആയിട്ട് കറക്റ്റ് സാലറി, കറക്റ്റ് റൂട്ടീൻ, അതൊക്കെ ബാക്കിയെല്ലാം സെറ്റാണ്. ഈവൻ നമ്മുടെ അക്കോമഡേഷൻ കമ്പാരിറ്റീവ്ലി നമ്മൾ നിന്നത് ലേബർ ക്യാമ്പിലാണ്. ഞങ്ങൾ ലേബർ ക്യാമ്പിലാണ് നിന്നത്. ലേബർ ക്യാമ്പില് കമ്പാരിറ്റീവ്ലി നമ്മള് സോനാപൂര് നോക്കുന്ന സമയത്തിന് കുറെ ആൾക്കാർ ആക്ച്വലി കഷ്ടമാണ് അവരുടെ കാര്യം. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡെലസ്കോയിലെ ലാർജ് ക്യാമ്പിലാണ് ഞങ്ങൾ നിന്നത്. അവിടെ സ്പോർട്സിനാണെങ്കിലും ആക്ടിവിറ്റീസിനാണെങ്കിലും എല്ലാത്തിനും ഉള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നാണ് കയറി ഇവിടെ വന്നത്. അവിടെ നിന്ന സമയത്ത് അധികം എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല. 1-2 കൊല്ലൊക്കെ ശോഭമായിരുന്നു. മീൻസ് ദുബായ് മോളിലൊക്കെ. അതെ ഭയങ്കര, അതായത് പൈസ കുറച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുവാണെങ്കിൽ നമ്മൾ ഫാർ ബെറ്റർ അല്ലേ. ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു അവിടുന്ന് ഇവിടെ വന്ന ഒരു പോയിന്റ് അടിപൊളിയാണ്. സ്ട്രഗിൾ എന്താണെന്നറിയാം അല്ലേ, എന്ത് ഇവൻ. പക്ഷെ മെയിൻ ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു ചിന്താഗതിയുണ്ട് നമ്മളിവിടെ അടിച്ചു പൊളിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. ആക്ച്വലി ഒരു മരുഭൂമിയിൽ നിന്ന് ആണ് നമ്മുടെ നടക്കുന്നത് അല്ലേ. നമ്മുടെ ക്യാമ്പ് നിന്ന് അവിടെ അത് കൈൻഡ് ഓഫ് ഒരു ഡെസേർട്ടഡ് ഏരിയയിലാണ്.
അല്ല ഇവിടെ വന്ന് ജോലി അന്വേഷിച്ച് വരുന്ന ഏതൊരാളും ഒരു സൈക്കിളിസ്റ്റ് എല്ലാവരും നന്നാവും എല്ലാവർക്കും ഞാൻ ഈ കഷ്ടപ്പാടുകള് സ്ട്രഗിളിങ്സ് അതിങ്ങനെ പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം എന്താ വെച്ചാ നമ്മൾ എന്തുകൊണ്ടാ സ്ട്രഗിൾ ചെയ്യണേ, എന്തുകൊണ്ടാ സ്ട്രഗിൾ ചെയ്യേണ്ടി വരണേ, സ്ട്രഗിൾ ചെയ്യേണ്ടി വരണേ എന്തുകൊണ്ടാ കഷ്ടപ്പെടുന്നോണ്ടല്ല. നമുക്ക് നമ്മുടേതായ വഴികളോ അല്ലെങ്കിൽ അതിലേക്ക് എത്താനുള്ള നമ്മള് പൈസ ഉണ്ടാക്കുന്നത് നമ്മളെ കഷ്ടപ്പെടുന്നത് എന്തിനാ, നമ്മള് നല്ല രീതിയിൽ ജീവിക്കാനല്ലേ. പൈസ മാത്രമല്ല കഷ്ടപ്പെടാണ്ട് എത്രയോ പേര് നമ്മളൊരു കോഴ്സ് ചെയ്ത് ആ ഒരു ഫീൽഡിൽ നമുക്ക് ജോലി കിട്ടും. ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. അതെ അതെ, ആ ഫീൽഡിൽ തന്നെ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ടത്. അല്ല ഞാനിത് പറയാൻ കാരണം നമ്മളെപ്പോഴും നമുക്കൊരു ഇതുണ്ട്, രീതിയുണ്ട്. അതായത് എപ്പോഴും പറയുക കഷ്ടപ്പെട്ടാലായിട്ട് എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളോട് പറയും കുറച്ച് ഈ ലെവലിലൊക്കെ വർക്ക് ചെയ്താലാണ് നിനക്ക് വലിയൊരു ലെവലിൽ എത്താൻ പറ്റുള്ളൂ. അങ്ങനെയല്ല അതിന്റെ രീതി. ഞാൻ മനസ്സിലാക്കണം. കഴിവുണ്ടെങ്കിൽ ഏത് പൊസിഷനായാലും എടുക്കാൻ പറ്റണം. അങ്ങനെ എടുക്കണവരെ എത്രയോ പേരുണ്ട്. കഷ്ടപ്പെടുന്നത് മാത്രമല്ല ജീവിതം. കഷ്ടപ്പാട് വേണം. കഷ്ടപ്പെട്ട് ഞാൻ പറയുന്നത് എല്ലാരും നമ്മൾ പഠിപ്പിക്കരുത് കഷ്ടപ്പെടാനല്ല. നമ്മള് കഷ്ടപ്പെട്ടു. അലിഞ്ഞ് തിരിഞ്ഞ് ജോലി ഇല്ലാണ്ട് നാട്ടിൽ പോയി ആ സമയത്ത് നമുക്കുണ്ടാണ് ഒരു അല്ല അത് എന്തുകൊണ്ടാ. അല്ലാണ്ട് എത്രയോ പേര് നല്ല ജോലി വാങ്ങിച്ചു വരുന്നവരുണ്ട്, നല്ല ജോലി കിട്ടുന്നു. രണ്ട് രീതിയുണ്ട്. നല്ല പൈസ കൊടുത്ത് കയറുന്ന ആൾക്കാരുണ്ട്, റെക്കമെൻഡേഷൻ ചെയ്തിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നത്. സിനിമയിലൊക്കെ പറഞ്ഞ മാതിരി ആദ്യ സിനിമ നിങ്ങൾക്ക് ഫ്രീ അച്ഛന്റെ പേരിൽ കിട്ടും. പക്ഷെ അവൻ അവിടെ കണ്ടിന്യൂ ചെയ്തിട്ട് അവന് വേറെ കയറി പോണതൊക്കെ ഞാൻ പറഞ്ഞത് അതല്ല. എല്ലാവരും പറഞ്ഞത് എന്തോ കഷ്ടപ്പാട് എന്നുള്ളതല്ല നമ്മൾ കാണേണ്ട കാര്യം. അതായത് നമുക്ക് കഷ്ടപ്പെടാണ്ടും ജോലി കിട്ടുന്നവരുണ്ട്. അനുഭവം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ് ഡിഫറെന്റ് അല്ല. നാട്ടിലുള്ളവർ വിചാരിക്കുന്നത് നാട്ടിലുള്ളവർ വിചാരിക്കുന്നത് കഷ്ടപ്പെട്ട്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ കഷ്ടപ്പെടാനല്ല എവിടെയും പോണത്. അല്ല അവൻ പറഞ്ഞത് നീ പറയണ്ടേ നാട്ടിൽ നിന്ന് കയറി നീ പറഞ്ഞ നാട്ടിലെ ആൾക്കാർ വിചാരിക്കും നീ ഇവിടെ ഭയങ്കര ഈസിയാണ് ജീവിക്കുന്നത്. പക്ഷെ അവനതല്ല പറഞ്ഞത്. അവൻ പറഞ്ഞ ഈസി ആവാം, അവനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല ഈസി മീൻസ് നമ്മളിപ്പം ജനിക്കുന്നത് പൈസയോടെ ജനിക്കുന്ന ആൾക്കാരുണ്ട്. കുടുംബപരമായിട്ട് അത്യാവശ്യം ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ളവർക്ക് അതൊരു ഹാർഡ് വർക്ക് ആയിട്ട് തോന്നത്തില്ല. എല്ലാവർക്കും എന്നല്ല പറയുന്നത്, ചില ആൾക്കാർക്ക്. അതെ അതെ, ഓരോ എല്ലാവരും. പക്ഷെ സഫന ഞാൻ പറയണത് നമ്മള് എല്ലാവരോടും കഷ്ടപ്പാടിന്റെ കഥ മാത്രം പറയരുത്. നമുക്ക് നമ്മള് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, എല്ലാവരും അവരുടെ കഷ്ടപ്പാട് മാത്രമേ പറയുന്നുള്ളൂ. അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം നമ്മൾ ഇവിടെ കാര്യമില്ല പറയണേ. പൊതുവെ എവിടെ ചെല്ലുമ്പോഴും അത് ഏത് രാജ്യത്തും എല്ലാവരും പറയുന്ന കഷ്ടപ്പാടുകൾ അവർക്ക് കഷ്ടപ്പാടുണ്ടായിരിക്കും. അത് വളരെ അങ്ങനെ എന്നാ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്. അവരെന്ന് പറയുന്നത് കഷ്ടപ്പാടിനെ കുറിച്ച് എല്ലാവരും പറയുക. അവര് സ്മാർട്ടായിട്ട് എങ്ങനെ ജോലി കണ്ടെത്താം, സ്മാർട്ടായിട്ട് എങ്ങനെ ചെയ്യാൻ കാര്യങ്ങൾ, എങ്ങനെ അതിനെ നമ്മള് നല്ല വിദ്യാഭ്യാസം എന്നെക്കാളും കഴിവുള്ളവര് വന്നിറങ്ങി നല്ല ജോലി വാങ്ങിച്ചു പോകുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ അടുത്തും കഷ്ടപ്പെടുന്ന കഥ പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ ലക്ക് ഉണ്ട് അല്ലേ. പോയിന്റ് വേറെ പോയിന്റ് ആണ്. ഇപ്പൊ ഈ എല്ലാരും പറഞ്ഞത് കഷ്ടപ്പാട് ഒരു ഫാക്ടറാണ്. പക്ഷെ എങ്ങനെ ജോലി ജോബിന്റെ അല്ലല്ല അപ്പൊ ഐ ടി ഫീൽഡും കാര്യങ്ങളും മേ ബി എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നല്ല ടാലന്റുള്ള ആൾക്കാർ. നമ്മളൊരാളെ പുള്ളി ചെയ്യണതിന് പകരം നമ്മളെ ആക്ച്വലി എന്താ ചെയ്യുന്നത്, വേറൊരു ലെവലിലേക്ക് എത്തിക്കുക. പറഞ്ഞു കഴിവുണ്ട്, നല്ല ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു വ്യക്തിനെ നമ്മൾ പറയാണ് ഇങ്ങനെയല്ല പോണ്ടേ, ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പക്ഷെ അവിടെ എത്താൻ അത് പക്ഷെ ആള് ചെന്ന് എത്തുന്ന ആളുടെ ഞാൻ പറയുന്നത് കഴിവുള്ളവരെ പോലും പലരെയും നമ്മൾ ഈ ഡയറക്ഷൻ മാറ്റി കൊടുക്കും. അത് ഞാൻ ടെലസ്കോയിൽ ആദ്യം വന്നില്ലേ എയർപോർട്ടിൽ കയറിയപ്പം ഞങ്ങള് മറ്റേ ഫാർമസിറ്റി ഇല്ലേ, ഫാർമസിറ്റി ഇല്ലേ, അപ്പം അവിടെ ഉണ്ടായിരുന്ന നമ്മൾ ജസ്റ്റ് എല്ലാം നോക്കി കണ്ട് ജസ്റ്റ് പരിചയപ്പെടാനായിട്ട് ഇങ്ങനെ ഇറങ്ങില്ലേ. അപ്പം ആദ്യം അവിടെ ട്രാൻസ്ലേറ്ററിലെ ഒരാളാണ്, പേര് പറയുന്നില്ല, ഓപ്പറേറ്ററാണ്, ഓപ്പറേറ്റർ കം സ്റ്റാഫ്. ആള് പറഞ്ഞത് ഞങ്ങൾ ഫസ്റ്റ് അങ്ങനെയായിരുന്നു, നിങ്ങൾ എന്തിനാ വന്നേ, നിങ്ങൾക്ക്
ഇപ്പം ആളും അഭിപ്രായം പറഞ്ഞതിന്റെ ഞാൻ പറയുക, ആള് ഞങ്ങളുടെ അടുത്ത് ആക്ച്വലി ഫുൾ നെഗറ്റീവ് പറഞ്ഞ, ഇവിടെ വരരുത്, പൈസ ഇല്ല പൈസ ഉണ്ട്, നാട്ടിൽ നിൽക്കുക, അതിന് ഇതിനെക്കാട്ട് നല്ല ജോലി കിട്ടും, എന്തിനാ വന്നതെന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചെന്താ, ഇവരെന്തിനും ഇതൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നത്, അവനോടെ തന്നെ ജോലി ചെയ്യുന്നല്ലേ നമ്മുടെ പറയുന്നത്. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് നമ്മള് എടുക്കുന്ന മൈൻഡ് സെറ്റ്, അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥ മൈൻഡ് സെറ്റ് ഒരു സ്ട്രെങ്ത് ഒക്കെ അനുസരിച്ചാണ് അത്. ചിലവരത് അതിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്ത് പോകും ഭയങ്കരമായിട്ട്. ചിലവർക്ക് അത് ഇഗ്നോർ ചെയ്ത് അതിനെ മറികടക്കാനും പറ്റും. പക്ഷെ ഞാൻ പറയണത്, നമ്മളെപ്പോഴും ഒരാളോട് പറയുമ്പോൾ കഷ്ടപ്പാടിനെ കുറിച്ച് മാത്രമായിട്ട് പറയും. എന്ന് വെച്ചാൽ ഈ കഷ്ടപ്പാടിനെ കുറിച്ച് പറയണ ഒരു വിജയത്തെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. അല്ല, നമ്മൾ ചോദിക്കട്ടെ, കഷ്ടപ്പാട് ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതല്ല കേട്ടോ ഞാൻ പറയുന്നത്. റേറ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു POV ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയതും ഇത്ര കുറെ ഇതൊക്കെ അനുഭവിച്ചിട്ടല്ലേ വന്നത്. നമ്മള് സക്സസ് ആണ് ആക്ച്വലി ഇപ്പൊ, അല്ലേ? ഫുള്ളി സെറ്റിൽഡ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നില്ല. സക്സസ് ഡിഫൈൻ ചെയ്യുന്നത് പല പാരാമീറ്റേഴ്സ് ആണ്. അത് ഞാൻ ഒരിക്കലും എന്താ പറയാ പറയില്ല സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ പക്ഷെ നമ്മളെന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളുടെ മുന്നിൽ പറയണത് അച്ചീവ് ചെയ്തു. അതല്ല, സന്തോഷവും സമാധാനവും അത് പറയാൻ പറ്റില്ല. അതാണ് അത് പറയാൻ പറ്റണം. അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റണം. അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ചീവ് ചെയ്തു എന്ന് പറയണം. നമ്മളിപ്പോ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ എന്താ പറയാ ചന്ദ്രനിൽ എത്തണ കാര്യമല്ല സംസാരിക്കണം. നമുക്ക് എന്ത് പറ്റും, നമുക്ക് എന്താണ് ആഗ്രഹം ഉണ്ടായിരുന്നത്, അത് നമ്മൾ അച്ചീവ് ചെയ്തു നമ്മൾ ധൈര്യമായിട്ട് പറയണത്. ഒരു ജോലി വാങ്ങല് മാത്രല്ല, ഓരോ സമയത്തും സ്റ്റേജ് മാറുമ്പോ നമ്മളെ ഇയർ മാറുമ്പോ നമ്മളെ ഗോളും അച്ചീവ്മെന്റും മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് നമുക്ക് ഇവിടെ വരുമ്പോ ഒരു ജോലി കിട്ടാന്നുള്ളതായിരിക്കും. പിന്നെ നമുക്ക് പൊസിഷൻ കിട്ടുന്ന ടീം ലീഡർ ആവേണ്ടി വരും, പിന്നെ നമുക്ക് സൂപ്പർവൈസർ ലെവലിലേക്ക് പോകേണ്ടി വരും, പിന്നെ അസിസ്റ്റന്റ് മാനേജർ പോകേണ്ടി വരും, മാനേജർ ലെവലിലേക്ക് പോകേണ്ടി വരും. അതൊക്കെ ഓരോരോ സ്റ്റേജ് നമ്മള് ഗോള് വെച്ച് അച്ചീവ്മെന്റ്. പിന്നെ അതിനപ്പുറത്തേക്ക് വീണ്ടും ഉണ്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതല്ലാത്തൊരു ഡയറക്ഷൻ ഉണ്ട്. ഇപ്പൊ എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ട് നേരെ മാനേജർ റോളിലേക്ക് വരുന്നവരുണ്ട്, അല്ലാത്തതുണ്ട്. ഞാൻ പറയുന്നത് അതൊരിക്കലും നമുക്ക് നമ്മൾ വഴി നമ്മളെങ്ങനെ വന്നു അതുപോലെ മറ്റുള്ളവരും വരണം എന്നുള്ളത് ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല. എല്ലാവരും അങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും കഷ്ടപ്പാട് മാത്രമല്ല, ഇത് എൻഡിങ് ആക്ച്വലി നമ്മുടെ സന്തോഷവും സമാധാനവും ഫാമിലി ആയിട്ടുള്ള ഒരുമിച്ചുള്ള ലൈഫും ഒക്കെ തന്നെയാണ്. അത് ആക്ച്വലി നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അല്ല അത് എന്താ പറയാ എന്റെ എക്സ്പീരിയൻസ്. ഞാൻ ഹാപ്പിയാണ് ഇപ്പൊ കറന്റ്ലി, നല്ല ഹാപ്പിയാണ്. ഞാൻ ആദ്യം വരുന്നത് 2012 കോളേജ്, തിരുവനന്തപുരത്ത് കോളേജൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ജോലി ഒരു PR കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ദുബായിലേക്ക് കയറുന്നത്. എൻ്റെ ഒരു കസിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഗിരിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ. ഗിരിച്ചേട്ടനാണ് കൊണ്ടുവരുന്നത്, വിസിറ്റിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അച്ഛൻ പണ്ട് ഇവിടെ ഡാൻഡിൽ വർക്ക് ചെയ്ത് കാരണം കുറെ പേർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ ആർക്കും അപ്പോൾ അങ്ങനെ ഒരു വാസ്റ്റ് ഒന്നും ഈ പണ്ടത്തെ വലിയ വർക്ക് ചെയ്യില്ല എന്നുകൊണ്ട് അവർക്കാർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഒരു കണക്കിന് നല്ലൊരു സ്വന്തമായിട്ട് ജോലി നോക്കാന്നുള്ള രീതിയിൽ ഞാൻ വന്നത്. ഇവൻ വന്ന സമയത്ത് വന്നതിന് ശേഷമാണ് 2012 അതാണ് നീ പറഞ്ഞത്. അല്ല, ഡെൽസ്ക് വേറെ. 2012 വന്നിട്ട് ഞാൻ ഇവിടെ ഒരു IT കമ്പനിയിൽ സെയിൽസിൽ കയറിയിരുന്നു. അപ്പൊ പിന്നെ ഒരു കാര്യം പ്രിന്ററിന്റെ പറയാനുള്ളത്, ഇവിടെ ജനിച്ച് വളർന്ന കുട്ടിയാണ് കേട്ടോ. ജനിച്ച് 3 വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. UAE കിഡാണ്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ദുബായിലാണ് ജനിച്ചത്. UAE കിഡാണ്. അതെ, ലത്തീഫ ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ ലോക്കലാ, പക്ഷേ ഇത് കൊടുത്തില്ല, സിറ്റിസൺഷിപ്പ് കൊടുത്തില്ല. പക്ഷെ അപ്പൊ എന്താ ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇപ്പൊ വന്നു. പിന്നെ 2012 ജോലി ഇതൊക്കെ കഴിഞ്ഞ് അവര് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. ജോലിക്ക് സാലറി ഒക്കെ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇവിടുന്ന് രാജിവെച്ച് പോയി. അന്ന് പിന്നെ എനിക്ക് വേറെ ഇടത്തിൽ കിട്ടിയായിരുന്നു. ഓൾമോസ്റ്റ് 4000 സാലറി അന്ന് കിട്ടുമായിരുന്നു. പക്ഷെ അവര് ബാൻ പരിപാടി ഉണ്ടായിരുന്നു. അന്ന് കിട്ടുകയാണെങ്കിൽ. പക്ഷെ ബാൻ അടിച്ചുകൊണ്ട് കിട്ടിയില്ല, ജോലിക്ക് കയറാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ നാട്ടിൽ വന്നപ്പോ എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു, ശരത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരത്തില്ലേ നമ്മുടെ ശരത്ത്. അപ്പോൾ ശരത്ത് ലോജിസ്റ്റിക്സിലായിരുന്നു. അപ്പോൾ അവൻ ലോജിസ്റ്റിക്സിൽ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ ആ കോഴ്സ് പഠിച്ചത്. നാട്ടിൽ പോയി പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 2005 ഇതിപ്പോ
മങ്കിടിയിൽ ബാക്ക് ഓഫീസിൽ കയറി ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ദുബായിലേക്ക് കയറി ജോലി നോക്കാന്നുള്ള രീതിയിലാണ് ഡൽസ്കോയിലും ബേസിക് സാലറിയിൽ കയറിയത്. ഒരു 10 മാസം അവിടെ വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഡാൻസേഴ്സിൽ കയറി. ഡാൻസേഴ്സിൽ കയറിയപ്പോൾ പിന്നെ ലൈഫ് സ്റ്റെപ്പ് ഡൽസ്കോയിൽ 10 മാസം ഉണ്ടായിരുന്നു. പക്ഷെ ഡൽസ്കോയിൽ വന്ന സമയത്ത് എനിക്കറിയാവുന്ന തൊട്ട് തന്നെ ഇപ്പം കണ്ടിന്യൂസ് ജോലി അപ്ലൈ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ ഇപ്പൊ എന്റെ വെച്ച് നോക്കുവാണെങ്കിൽ ഫാർ ബെറ്റർ ആണ്. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇത് ആക്ച്വലി എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, കോൺഫറൻസ് സെറ്റ് ലൈഫും കൊക്കടൊക്കെ, അവര് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അല്ലേ. പിന്നെ ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനവിടെ ഡനാഡലിൽ കിട്ടി, DWC വന്നതിന് ശേഷം അല്ല അപ്പം തന്നെ മാറി. പക്ഷെ അതിന് മുന്നേ എനിക്ക് അറിയായിരുന്നു. പക്ഷെ രണ്ട് എയർപോർട്ടാണ് ദുബായിലുള്ളത്, DWC DXP ദുബായ് മെയിൻ സെന്ററിൽ, പിന്നെ DWC അൽ മക്തൂം ജബ്ലാലി ഫ്രീ സോണിലുണ്ട്. ഞങ്ങൾ ഫ്രീ സോണിലായിരുന്നു. ഇവനെ ആദ്യത്തെ ട്രെയിനിങ് കണ്ടിട്ടുള്ളത്. അപ്പൊ അവൻ വന്ന് നമ്മൾ പെട്ടെന്ന് സ്പ്ലിറ്റ് ആയി. പക്ഷെ നമ്മൾ ആ ഒരു കണക്ഷൻ അപ്പോഴും ഉണ്ടായിരുന്നു അല്ലേ. കൂടുതലും അനീഷായിട്ടായിരുന്നു കണക്ഷൻ. കൊക്കാടുമായിട്ടാണ് കണക്ഷൻ. പിന്നെ അങ്ങനെ 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 ഇവിടെ വരെ എത്തി അല്ലേ. അതെ. നിനക്ക് നാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നോ? എനിക്ക് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫേസ്ബുക്കിലാണ് അന്ന് ഫേസ്ബുക്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ മറ്റേ സ്വദേശിലെ പാട്ടില് സ്വദേശ് ആ സാധനമൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പൊ ശരത്തിനെ കളി ഇവിടെ വന്നിട്ട് 1 വർഷം കഴിയുമ്പോഴേക്കും അത് മാറും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ആ വാശിക്ക് ഞാൻ അവിടെ ഇവിടുന്ന് പോണ വരെ സ്വദേശി തന്നെയായിരുന്നു എൻ്റെ റിംഗ് ടോൺ അന്ന്. എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ മാറ്റണം, കുറെ നാളായാലും ബോറടിച്ച് മാറ്റണമെന്നത് മാറ്റിയില്ല. കാരണം വെച്ചാൽ അവന് കളിയാക്കിയത് കൊണ്ട് എപ്പോഴും ഞാൻ സ്വദേശം ഇട്ടിരുന്നത്. അതിന്റെ നാട്ടിൽ പോയിട്ട് പിന്നെ മാറ്റിയത്. പിന്നെ 2011 വേറെ പാട്ടായി. ഇവന് പാട്ടിനോടും മൊബൈൽ ഡിസ്പ്ലേനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമുള്ള ആളാണ്. അതിപ്പോ പറയത്തില്ല വിഷയങ്ങൾ എന്താണ്. പിന്നെ സിനിമ ഭ്രാന്തനാണ്. അത് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കാനാണ്. എനിക്ക് ഭയങ്കര ആക്ച്വലി ഞാൻ ക്യൂരിയസ് ആണ് അതിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട്. വല്ലാത്ത മനുഷ്യനാണ്. ഫിലിം റിവ്യൂവിനോടുള്ള ഒരു നമുക്കൊരു ആഗ്രഹം ഉണ്ട് ആക്ച്വലി. നമ്മളെ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ആൾക്കാർ കൺഫ്യൂഷൻ ആവുന്നു. അവർ പോയി സിനിമ കാണുന്നു. എന്താണ് ശരിക്കുള്ള അഭിപ്രായം? അതെ അതെ അതെ, സിനിമ ഭ്രാന്തനാണ് ഈ സിനിമ. പക്ഷെ എനിക്ക് അങ്ങനെ അത്ര സിനിമ ഭ്രാന്തനൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പോഴേ പിന്നെ കുറച്ച് എല്ലാ സിനിമകളും കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ ഒരുമിച്ച് വരാൻ പോകുമ്പോൾ ഒഴിവാക്കും. എന്ത് ചെയ്യാനാ, ഞാനും സോമി വരും പറയും. ഞാൻ ഗിൽസിനെ ഒഴിവാക്കിയിട്ട് ഞാൻ പോണത്. എന്നെ നൈസായിട്ട് എപ്പോഴും ഒഴിവാക്കും, വിളിക്കും. പക്ഷെ ഞാൻ സോമിയുടെ പേരും കൂടെ പറയുമ്പോ ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് അത് ശരിയല്ലല്ലോ അല്ലേ. സോമി ഇത് കേട്ടിട്ടൊന്നും തോന്നില്ല. മോളെ കൊണ്ടുപോകുന്നുണ്ട്, കൂട്ടുകാരെ കൊണ്ടുവരില്ല. നമ്മൾ ഒരുമിച്ച് പോയിട്ടില്ല. സ്മോൾ ഫാമിലി അല്ല, ടൂറിസ്റ്റ് ഫാമിലി. അത് നമ്മള് 4 പേരും കൂടിയിട്ട് പോയത്, 5 പേരും കൂടി. അതല്ല, ഞാൻ അതിന്റെ ഇടയിൽ ലൈഫ് ഇപ്പൊ സിനിമ കഥയിലെത്തി, എന്ത് ചെയ്യാൻ. അതെ. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയി. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോ ചെയ്യുന്നത് ടൈം 12:04 നാളെ ഡ്യൂട്ടി ഉണ്ട്, ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ വർക്ക് ഫ്രം ഹോം ആണ്. എന്നിട്ടും 12 മണി വരെ ഇരുന്നിട്ട്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോ സിറ്റുവേഷൻ എല്ലാം ഓക്കെയാണ്, സേഫ് ആണ്, വിചാരിക്കണം. എല്ലാം പെട്ടെന്ന് തന്നെ സേഫ് ആവുമെന്ന് വിചാരിക്കുന്നു. അല്ല, സേഫ് ആണ് ഓൾറെഡി, പക്ഷെ സ്റ്റിൽ എല്ലാം ഒന്ന് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നല്ല റൂളേഴ്സിന്റെ അണ്ടറിലാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മളിപ്പോ ചിൽമുഴാണ്. ഞങ്ങളിപ്പോ ഇപ്പൊ ഒരു പർപ്പസും കൂടിയാണ് ഞങ്ങളുടെ വീഡിയോ. അതെ അതെ, എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള മീൻസ് നമുക്ക് ഗ്രോ ചെയ്യണം, നമുക്ക് സംസാരിക്കാൻ ഒരു വെന്യൂ വേണം. അതെ, ഒരു നല്ല പ്ലാറ്റ്ഫോം ആണ് യൂട്യൂബ്. സമയം ഒരുപാടായി നമുക്ക്. അതെ, അതിന്റെ എന്തായാലും ഇതല്ലേ പറ്റത്തുള്ളൂ. സോ നമ്മളെ 4 പേരുടെ എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഭാഗം ചെറിയൊരു ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സന്തോഷവും പറഞ്ഞു, കൂടുതൽ കഷ്ടപ്പാടും പറഞ്ഞല്ലേ. കഷ്ടപ്പാടുണ്ട് എന്തായാലും. സോ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ് ഗൈസ്. അടുത്തൊരു ഇതില് നമ്മള് ഈ സീരിയസ് ടോക്ക് ഒക്കെ മാറ്റിയിട്ട് കുറച്ച് ഫൺ മാക്സിമം അല്ലെ, ഫണ്ണുണ്ട്, സീരിയസ്നെസ് ഉണ്ട്, എല്ലാം. അതെ അതെ, അത്രേ ഉള്ളൂ സംഭവം, സിമ്പിൾ. ഓക്കെ, പീസ് ഗൈസ്, ബൈ ബൈ.